സ്നേഹയ്ക്ക് മുൻമന്ത്രി തോമസ് ഐസക് നൽകിയ വാഗ്ദാനം യാഥാർത്ഥ്യമായി. കുഴൽമന്ദം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. കൊറോണയ്ക്കെതിരെ സ്നേഹ എഴുതിയ കവിതയാണ് ഒരു ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് വഴിതെളിച്ചത്. 2021 കുളുവൻമുക്ക് GBUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സ്നേഹ കണ്ണൻ കൊറോണയ്ക്കെതിരെ എഴുതിയ കവിത അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് സംസ്ഥാന ബജറ്റിന്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. തുടർന്ന് സ്നേഹിയെ വിളിച്ച് മന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചപ്പോഴാണ് വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന താൻ പഠിക്കുന്ന സ്കൂളിന് നല്ല കെട്ടിടം വേണമെന്ന ആവശ്യമുന്നയിച്ചത്. ഇതോടെയാണ് ഈ സ്കൂളിന് സ്വന്തമായി കെട്ടിടം പണിയാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചത്. ഏക്കോട് പാലംപുള്ളി രുക്മിണിയമ്മയുടെയും മക്കളുടെയും പേരിൽ വെള്ളപ്പാറയിലുള്ള 1.94 ഏക്കർ സ്ഥലം കെട്ടിട നിർമ്മാണത്തിന് വിട്ടുനൽകുകയും ചെയ്തു. സർക്കാരിൽ നിന്നും ആദ്യം അനുവദിച്ചു കിട്ടിയ 3 കോടി രൂപയും പിന്നീട് ലഭിച്ച 4 കോടി രൂപയും വിനിയോഗിച്ചാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 ബ്ലോക്കുകളിലായി 24 ക്ലാസ് മുറികളാണ് പുതിയ കെട്ടിടത്തിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹൈസ്കൂൾ വിഭാഗവും വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന UP വിഭാഗവും ഇനി പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ഗ്രൗണ്ട് നിർമ്മാണത്തിന് ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപയും പ്രധാന കവാടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ കൂടി കണ്ണികളായാലേ വികസനം പൂർണ്ണതയിലെത്തുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാലയങ്ങളിൽ രാവിലെ 10 മണിക്കെത്തി 4 മണിക്ക് തിരിച്ചു പോകുന്നവരായി അധ്യാപകർ മാറരുത്. സ്കൂളിൽ കൂടുതൽ സമയം ചിലവഴിച്ച് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിലൂടെയാണ് ഈ സ്കൂളിൽ ഒരു കെട്ടിടം നൽകാം എന്ന് ബഹുമാനപ്പെട്ട തോമസ് ഐസക് തയ്യാറായത്. അതോടൊപ്പം ഭൂമി നൽകാൻ കാർത്തിയാനിയമ്മ മുന്നോട്ട് വന്നു, രുക്മിണിയമ്മ മുന്നോട്ട് വന്നു. രുക്മിണി അമ്മയുടെ കുടുംബത്തെയും രുക്മിണി അമ്മയെയും ഞാൻ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഞാൻ ജനപ്രതിനിധിയാണ്. റോഡ് വീതി കൂട്ടാൻ ഒരു 2 അടി ചോദിച്ച പേരാണ് ഇവിടത്തെ കാര്യം എന്താ, ഒരു 2 അടി തരുമോ? അപ്പം കേസും കുരുമാരും കച്ചറയായി. ഞാനൊക്കെ ഒരു പട്ടണത്തിലെ MLAയാണ്. അപ്പം പട്ടണത്തിൽ 2 അടി എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. പക്ഷെ 2 അടി പോലും വിട്ടുതരാത്ത സ്ഥലത്താണ് ഏക്കർ കണക്കിന് ഭൂമി ആ കുടുംബം വിട്ടുതരാൻ തയ്യാറായത്. അത് അമ്മ മാത്രമല്ല, അമ്മയുടെ മക്കളുടെയും ഇഷ്ടമാണ് മനസ്സാണ്. അമ്മയും മക്കളും ഒരുവരും ചിന്തിച്ചുകൊണ്ടാണ്. അമ്മ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ മക്കൾ പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കിട്ടൂല. കാരണം ഒരു മക്കളുടെ പൈസ പോകാനും അമ്മമാരും, ഒരു അമ്മമാരുടെ പൈസ പോകാനും മക്കളും ആഗ്രഹിക്കാത്ത കാലമാണ്. നിങ്ങളിപ്പോൾ ഒരു പിരിവിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഭാര്യയുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് പിരിവിന് ചോദിക്കാൻ പാടില്ല ഭർത്താവിന്. അഥവാ ഭർത്താവ് എന്ന് കൊടുക്കാൻ തീരുമാനിച്ച ഭാര്യ കണ്ടിടും. നമ്മളൊക്കെ പിരിവിന് പോകുന്നതൊക്കെ ആണല്ലോ. അതുപോലെ മക്കളോട് പൈസ കഴിക്കുമ്പോൾ ഒരിക്കലും അച്ഛനമ്മയും കൂടെ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അവരും എന്ന മക്കളെ പുറകെ അവിടെയാണ് ഈ കുടുംബം മാറുകയാവുന്നത്. അവര് സ്വയം തയ്യാറായി മുന്നോട്ട് വന്നു. അവർ കാണുന്നത് ഒരു നാടിന്റെ നവീകരണത്തിന് വേണ്ടിയാണ് ഇത്തരം സ്കൂൾ വരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ KD പ്രസാദൻ MLA അധ്യക്ഷത വഹിച്ചു. K രാധാകൃഷ്ണൻ MP കുടുംബശ്രീ അരങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമാക്കാൻ കാരണമായ കവിതയെഴുതിയ സ്നേഹയ്ക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ ഉപഹാരം സമർപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് സ്ഥലം വിട്ടുതന്നവർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.